പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇഞ്ചിഞ്ചായി കൊല്ലുവാനായിട്ട് ശേഷിയുള്ള ഒരു മാരകമായ വിഷത്തെക്കാളും മാരകമാണ് പാപം എന്നുള്ളത്. എങ്ങനെയാണ് പാപം ഒരു മനുഷ്യനെ സ്വാധീനിക്കുക? എങ്ങനെയാണ് പാപം ഒരു മനുഷ്യനെ കൊന്നുകളയുക? അല്പാൽപമായി പാപം ചെയ്യുവാനായിട്ട് തുടങ്ങുന്ന ഒരു വ്യക്തി, പിശാചിൻ്റെ പ്രേരണ മൂലം പാപം ചെയ്യുവാനായിട്ട് തുടങ്ങുന്ന ഒരു വ്യക്തി, അല്പസമയത്തേക്കുള്ള ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് പല പാപങ്ങളും മനുഷ്യൻ ആരംഭിക്കുക. വചനത്തിൻ്റെ അതേ പദം ഉപയോഗിച്ച് പറഞ്ഞാൽ ചില തൽക്കാല ഭോഗങ്ങൾക്ക് വേണ്ടി പാപം ചെയ്യുവാനായിട്ട് തുടങ്ങുന്ന ഒരു വ്യക്തി കാലക്രമേണ ഒരു ദിവസം അത് ചെയ്യുന്നു, പിറ്റേന്ന് പിന്നെയും അത് ആവർത്തിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി അവൻ്റെ ഉള്ളിലുണ്ടാകുന്നു. അതിൻ പ്രതി പിന്നെയും അവൻ പിറ്റേ ദിവസവും പാപം ചെയ്യുന്നു, മൂന്നാമത്തെ ദിവസവും പാപം ചെയ്യുന്നു, നാലാമത്തെ ദിവസവും പാപം ചെയ്യുന്നു. അങ്ങനെ പതിയെ പതിയെ അതവൻ്റെ സ്വഭാവമായി മാറ്റപ്പെടും. അവൻ അറിയാതെ തന്നെ പാപത്തിൻ്റെ അടിമയായി അവൻ മാറ്റപ്പെടും. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു സുബോധം അവൻ്റെ ഉള്ളിലുണ്ടാകുമ്പോൾ അവൻ ഇങ്ങനെ ചിന്തിക്കും, അയ്യോ ഞാനൊരു പാപിയാണല്ലോ, ഈ പാപത്തിൽ നിന്ന് എനിക്കിനി പുറത്തിറങ്ങുവാനായിട്ട് കഴിയുമോ എന്ന് അവൻ ചിന്തിക്കുവാനായിട്ട് അവൻ്റെ സുബോധത്തിൽ ചിന്തിക്കുമ്പോൾ തന്നെ പാപത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നോണം പിശാച് അവൻ്റെ കാതുകളിൽ അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചില വാദങ്ങൾ ഉന്നയിക്കുവാനായിട്ട് തുടങ്ങും. നീ ഒരു പാപിയാണ്, നിനക്കിനി രക്ഷയില്ല, നീ മരിക്കുവാനായിട്ട് പോവുകയാണ്, നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചിരിക്കുകയാണ് എന്ന് ആരാണോ ഇവനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് തുടങ്ങിയത് അതേ പിശാച് തന്നെ അവനെ കുറ്റം വിധിക്കുന്ന, അവനെ കുറ്റബോധത്തിലേക്ക് നയിക്കുന്ന രണ്ടാമത്തെ ഭയാനകമായ സ്റ്റേജിലേക്ക് അവൻ ചെന്നെത്തപ്പെടും. കാലക്രമേണ അതവനെ ഡിപ്രഷനിലേക്കും പലപ്പോഴും മനുഷ്യൻ ആത്മഹുതി ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ ചെന്ന് എത്തുന്ന സാഹചര്യം ഈ ലോകത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ എൻ്റെ ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരാഗ്രഹമുണ്ടായിരിക്കും, എൻ്റെ ഈ ജീവിതത്തിലെ പാപത്തിൽ നിന്ന് എനിക്ക് പുറത്തേക്ക് കടന്നു വരണം, ഈ പാപത്തിൻ്റെ ഭാരമെല്ലാം എടുത്തു മാറ്റുവാനായിട്ട് കഴിയുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ്. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ? ആർക്കെങ്കിലും എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ വിടുവിക്കുവാനായിട്ട് കഴിയുമോ? ഇതിൽ നിന്നൊരു മോചനം എനിക്ക് ലഭ്യമാകുമോ? ഒരു മോക്ഷം എനിക്ക് ലഭ്യമാകുമോ? എന്ത് വില ഞാൻ കൊടുക്കണം? ഒരുപാട് പൈസ ചിലവുള്ള കാര്യമാണോ എന്നൊക്കെ പലരും ചോദിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ഇതിന് മറുപടി വചനത്തിൽ നിന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഒരു വ്യക്തിയെ നാം പരിചയപ്പെടുവാനായിട്ട് പോകുകയാണ്. ഈ സന്ദേശം മുഴുവനായിട്ട് കേൾക്കുവാൻ താങ്കളോട് ആഹ്വാനം ചെയ്യുന്നു. ദൈവം നമ്മെ ഇന്ന് പകലിലും അതിനായി സഹായിക്കട്ടെ. എൻ യു ഡേ വിത്ത് ജീസസ്, യേശുവിനോടൊപ്പം പുതിയ ദിനമെന്നുള്ള പ്രഭാത വചനധ്യാനത്തിലേക്ക് താങ്കളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിക്കുന്ന പ്രേരക ശക്തി പിശാചാണ്. പിശാച് എങ്ങനെയാണ് ഉത്ഭവിക്കപ്പെട്ടത്? ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൂതന്മാരുടെ കൂട്ടത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വർഷിപ്പ് ലീഡറായിരുന്നു ലൂസിഫർ. ആ ലൂസിഫർ ദൈവസന്നിധിയിൽ നിഗളം കാണിക്കുകയും നിഗളിയായി മാറ്റപ്പെടുകയും ദൈവം അവനെ വെട്ടി, ആ ദൂതന്മാരുടെ സംഘത്തിൽ നിന്ന് വെട്ടി താഴേക്ക് ഇടുകയും ചെയ്യുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ വെട്ടേറ്റു വീണ ദൂതൻ വന്ന് വീഴുന്നത് നാം ഇന്ന് പാർക്കുന്ന ഈ ഭൂമിയിലാണ്. എന്നാൽ അതിനുശേഷം കുറേ കാലങ്ങൾക്ക് ശേഷം ദൈവം ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിനൊരു കാര്യം മനസ്സിലായി, ഈ വെട്ടേറ്റു വീണ ദൂതൻ ഈ ഭൂമിയെ ഒത്തിരി അതിനെ ഷേപ്പ്ലെസ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഇതിനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്, ഇതിനെ പാഴും ശൂന്യവുമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദൈവം ഒരു പദ്ധതി ഇടുകയാണ്, ഈ പിശാചിൻ്റെ പ്രവർത്തികളെ തകർക്കുവാൻ തൻ്റെ സ്വരൂപത്തിൽ തൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. മനുഷ്യനെ ഉണ്ടാക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലെ ചിത്രം ഈ മനുഷ്യൻ പിശാചിൻ്റെ പ്രവൃത്തികളെ തകർക്കും. പിശാചിൻ്റെ പ്രവൃത്തികളെ തകർത്ത് ആ മനുഷ്യൻ പിശാചിന് മേൽ വാഴും. അങ്ങനെ പിശാചിന് അന്ത്യമുണ്ടാകുമെന്ന് പറഞ്ഞ് ദൈവം തൻ്റെ മനസ്സിൽ അത് കരുതിക്കൂട്ടുകയും മനുഷ്യനെ സൃഷ്ടിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ പിന്നത്തേതിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ പിശാച് ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ സ്വാധീനിക്കുകയും പിശാചിൻ്റെ ഫലമായ പിശാചിൻ്റെ പ്രവൃത്തിയായ പാപം മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുകയും ചെയ്യുന്നു. അങ്ങനെ പാപം ചെയ്ത മനുഷ്യൻ ശാപഗ്രസ്തനായി മാറ്റപ്പെടുന്നു. മനുഷ്യൻ മാത്രമല്ല, ഈ ഭൂമിയിലെ സകലവും ശാപഗ്രസ്തമായി മാറ്റപ്പെടുകയാണ്. അപ്പോൾ തന്നെ പിശാചിനെ പൂട്ടിയിടുവാൻ അല്ലെങ്കിൽ പിശാചിനെ ഇട്ട് കളയുവാനായിട്ട് ദൈവം നരകത്തെ സൃഷ്ടിക്കുന്നുണ്ട്. നരകത്തെ ദൈവം ഒരുക്കി വയ്ക്കുന്നുണ്ട്. നരകമുണ്ടാക്കുമ്പോൾ ദൈവം വിചാരിക്കുന്നത്
പാപം ചെയ്ത ഈ പിശാചിനെ നരകത്തിൽ തള്ളിയിടണം എന്നുള്ളതാണ്. ഓർക്കുക, ഒരിക്കലും ഒരു മനുഷ്യന് നരകത്തിൽ വീഴണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമല്ല. നരകം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഈ പിശാചിനെ തള്ളിയിടുവാൻ വേണ്ടിയിട്ടാണ്. ഈ അഗാധ കൂപത്തിലേക്ക് പിശാചിനെ ഇടണമെന്നുള്ളത് മാത്രമാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഇത് മനസ്സിലാക്കിയ പിശാച് താൻ ഒരവസരത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ പിശാച് തക്കം പാർത്തിരിക്കുമ്പോൾ പിശാച് കാണുകയാണ് ദൈവം 2 മനുഷ്യരെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച് വച്ചിരിക്കുകയാണ്. പിശാചിന് മനസ്സിലായി, ഇവരെ ഇങ്ങനെ വിട്ടാൽ ഇവർ എൻ്റെ മേൽ വാഴുവാനായിട്ട് തുടങ്ങും. അതിനു മുമ്പ് ഇവരെ സ്വാധീനിച്ച് ഇവരെ കൂടെ എൻ്റെ പക്ഷത്താക്കുക എന്നുള്ള പിശാചിൻ്റെ ഇച്ഛ കാരണം പിശാച് പാപത്തിൻ്റെ പ്രവൃത്തികൾ ആദാമിലേക്കും ഹവ്വയിലേക്കും കടത്തിവിട്ട് അവരെ പാപികളാക്കി മാറ്റുകയാണ്. അങ്ങനെ പാപം കാരണം ഈ ഭൂമി ശാപഗ്രസ്തമായി മാറ്റപ്പെട്ടു. മനുഷ്യൻ ശാപഗ്രസ്തനായി മാറ്റപ്പെട്ടു. അങ്ങനെ ഈ മനുഷ്യരിലൂടെ തുടർന്ന് പുറത്തേക്ക് വന്ന സന്തതികൾ ഓരോരുത്തരിലേക്കും ഈ പാപത്തിൻ്റെ ശക്തി കടന്നു വരുവാനായിട്ട് തുടങ്ങി. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പാപിയായിത്തീരുന്നത് ആദാമിൻ്റെയും ഹൗവായുടെയും സന്തതികളായി ജനിച്ച് ഇന്ന് ഈ കാലഘട്ടത്തിൽ നാം എത്തി നിൽക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നാം പാപം ചെയ്യുന്നത് കൊണ്ടല്ല പാപിയായി മാറ്റപ്പെടുന്നത്, പിന്നെയോ പാപിയായി ജനിച്ചു വീഴുന്ന നാം ആ പാപത്തിൽ തന്നെ തുടരുന്നതാണ്. ആ പാപത്തിൻ്റെ സ്വഭാവം നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. അങ്ങനെ നാം തുടരുകയാണെങ്കിൽ, ആ പാപത്തിൽ തന്നെ നാം തുടരുകയാണെങ്കിൽ പിശാചിനാൽ സ്വാധീനിക്കപ്പെടുന്ന മനുഷ്യൻ ചെന്ന് വീഴുന്നത് പോലെ നരകത്തിലേക്ക് വീഴ്ത്തപ്പെടുവാനായിട്ടാണ് സാധ്യത. ആ യാത്ര അതുപോലെ തുടർന്നാൽ, ജനിച്ച് അതുപോലെ തന്നെ നാം യാത്ര തുടർന്നാൽ നരകത്തിൽ ചെന്ന് വീഴ്ത്തപ്പെടുവാനായിട്ടാണ് സാധ്യത. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ഇനി എന്താണൊരു മാർഗം? ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ എന്താണൊരു മാർഗം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്രകാരം ഒരു വചനം വേദപുസ്തകത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കാം. യോബിൻ്റെ പുസ്തകം 19-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വചനത്തിൽ ഇങ്ങനെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. അതിൻ്റെ പ്രാരംഭ 3 വാക്കുകൾ മാത്രം അടർത്തിയെടുക്കട്ടെ. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. ഇയ്യോബ് ഇത് പറയുവാനായിട്ടുള്ള ഒരു കാരണമുണ്ട്. ഇയ്യോബ് ഇപ്പോൾ വളരെ ശാരീരികമായിട്ട് ഒത്തിരി അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് താൻ നിരവധി നാളുകളായി തൻ്റെ ശരീരമാസകലം വ്രണങ്ങളാൽ ബാധിച്ച് ഒരുപാട് വേദന തിന്നുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ ആശ്വസിപ്പിക്കുവാൻ എന്നുള്ള കാരണം പറഞ്ഞ് തൻ്റെ 3 സുഹൃത്തുക്കൾ തൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നുണ്ട്. അവർ ആശ്വസിപ്പിക്കുവാനായിട്ടാണ് കടന്നു വരുന്നത് എങ്കിൽ തന്നെയും അവരുടെ വാക്കുകൾ പലപ്പോഴും യോബിനെ വളരെ മാരകമായിട്ട് മുറിവേൽപ്പിക്കുന്നുണ്ട്. യോബിൻ്റെ ഹൃദയത്തെ കുത്തുന്ന അളവിൽ, നീ ഒരു പാപിയായതുകൊണ്ടാണ് നിനക്ക് ഈ രോഗം വന്നിരിക്കുന്നത്, നീ നീതിമാനായിരുന്നുവെങ്കിൽ നിനക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് യോബിനെ ചോദ്യം ചെയ്യുകയും യോബിന് എതിരായിട്ട് വാദങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്ന സുഹൃത്തുക്കൾ തൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവരോട് യോബ് പറയുന്നൊരു വാക്കാണ്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, എനിക്കൊരു റെഡീമറുണ്ട്. എന്താണ് ഈ റെഡീമർ എന്നുള്ള വാക്കിനർത്ഥം? എന്താണ് ഈ റെഡീമർ എന്നുള്ള, വീണ്ടെടുപ്പുകാരൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥത്തിൻ്റെ ആഴം എത്ര വലുതാണ് എന്ന് നാം മനസ്സിലാക്കണമെങ്കിൽ വേദപുസ്തകത്തിൻ്റെ പഴയ നിയമം തുടങ്ങി ഓരോ അധ്യായങ്ങളായി നാം വായിച്ചു വരുമ്പോൾ പല ആവർത്തി വീണ്ടെടുപ്പുകാരൻ എന്നുള്ള വാക്ക് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അർത്ഥം വരുന്ന പല വാക്കുകൾ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് കണ്ട് പഠിക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഇന്ന് പകലിലെ വേഗത്തിലുള്ള വചനധ്യാനമായതുകൊണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് പോവുകയാണ്. വീണ്ടെടുപ്പുകാരൻ, ഒരു മനുഷ്യൻ വീണ്ടെടുപ്പുകാരൻ എന്ന് പറയണമെങ്കിൽ ആ വീണ്ടെടുപ്പുകാരൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 ദൗത്യങ്ങൾ മാത്രം ഇന്ന് പകലിൽ നാം ഒരുമിച്ച് ധ്യാനിക്കും. മാത്രമല്ല, ആ വീണ്ടെടുപ്പുകാരൻ, ഒരു മനുഷ്യൻ വീണ്ടെടുപ്പുകാരൻ എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിനുണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നും വചനത്തിൽ നിന്ന് നമുക്ക് വേഗത്തിൽ പരിശോധിക്കാം. ഒന്നാമതായി, ഒരു വീണ്ടെടുപ്പുകാരൻ ചെയ്യേണ്ടിയ പ്രധാനപ്പെട്ട 3 ദൗത്യങ്ങൾ. ലേവ്യ പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വചനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് നിന്റെ അവകാശത്തിൽ ഏതാനും വിറ്റാൽ
അവൻ്റെ അടുത്ത ചാർച്ചക്കാരൻ വന്ന് സഹോദരൻ വിറ്റത് വീണ്ടുകൊള്ളണം. എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പുകാരൻ ചെയ്യുന്ന ഒന്നാമത്തെ ദൗത്യമാണ്, വീണ്ടെടുപ്പുകാരനിലൂടെ പ്രതീക്ഷിക്കാവുന്ന ഒന്നാമത്തെ കാര്യമാണ്, നഷ്ടമായവയെ വീണ്ടെടുക്കുന്ന ഒരുവനാണ് വീണ്ടെടുപ്പുകാരൻ എന്നുള്ളത്. നഷ്ടമായ സകലത്തെയും വീണ്ടുകൊള്ളുന്ന വീണ്ടെടുപ്പുകാരൻ. ഇനി വീണ്ടെടുപ്പുകാരൻ്റെ രണ്ടാമത്തെ ദൗത്യം ലേവ്യ പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 48-ാമത്തെ വചനത്തിൽ ഇങ്ങനെ നമുക്ക് കാണാം. അവൻ തന്നെത്താൻ വിറ്റ ശേഷം അവനെ വീണ്ടെടുക്കാം, അവൻ്റെ സഹോദരന്മാരിൽ ഒരുത്തന് അവനെ വീണ്ടെടുക്കാം. എന്ന് പറഞ്ഞാൽ അടിമയായിരിക്കുന്ന ഒരു മനുഷ്യൻ പല കാരണങ്ങൾ കൊണ്ട് അടിമയാകുന്ന സാഹചര്യം പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ആ മനുഷ്യന് കടം വാങ്ങിയ മനുഷ്യൻ അടിമയായിരിക്കേണ്ട സാഹചര്യം പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ പല കാരണങ്ങളാൽ അടിമകളായിരിക്കുന്ന ചിലരെ വീണ്ടുകൊള്ളുവാനായിട്ട്, അടിമത്വത്തിൽ നിന്ന് വീണ്ടുകൊള്ളുന്ന ഒരു മനുഷ്യനാണ് വീണ്ടെടുപ്പുകാരൻ. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് സംഖ്യാപുസ്തകം 35-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ ഇങ്ങനെ നാം കാണുകയാണ്, രക്തപ്രതികാരകൻ തന്നെ കൊലപാതകനെ കൊല്ലണം, അവനെ കണ്ടുകൂടുമ്പോൾ അവനെ കൊല്ലണം. അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഒരു വീണ്ടെടുപ്പുകാരൻ. അവിടെ രക്തപ്രതികാരകൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിലും നമുക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ ഇങ്ങനെ പറയട്ടെ, ഒരു വീണ്ടെടുപ്പുകാരൻ ചെയ്യുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട ദൗത്യമാണ്, ഏതൊരു മനുഷ്യനാണോ ഈ വീണ്ടെടുപ്പുകാരൻ്റെ സുഹൃത്തിനെയോ വീണ്ടെടുപ്പുകാരൻ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു മനുഷ്യനെയോ കൊന്നിരിക്കുന്നത്, ആ കൊന്ന മനുഷ്യനെ കൊല്ലുവാൻ ഈ വീണ്ടെടുപ്പുകാരന് കഴിയും. എന്ന് പറഞ്ഞാൽ ഇപ്രകാരം പറയട്ടെ, എൻ്റെ ഒരു ചാർച്ചക്കാരൻ എനിക്ക് നഷ്ടമായാൽ ഞാനൊരു വീണ്ടെടുപ്പുകാരനാണ് എങ്കിൽ ആരാണോ എൻ്റെ ചാർച്ചക്കാരനെ കൊന്നത് ആ മനുഷ്യനെ കൊല്ലുവാനായിട്ട് പഴയ നിയമത്തിൽ അധികാരമുണ്ടായിരുന്നു. ആ വീണ്ടെടുപ്പുകാരൻ അല്ലെങ്കിൽ രക്തപ്രതികാരകന് കഴിയുമായിരുന്നു. അപ്പോൾ 3 പ്രധാനപ്പെട്ട ദൗത്യങ്ങളാണ് വീണ്ടെടുപ്പുകാരൻ ചെയ്യുന്നത്. 1, നഷ്ടമായവയെ വീണ്ടെടുപ്പുകാരൻ വീണ്ടെടുക്കും. 2, അടിമത്വത്തിൽ നിന്ന് അടിമയായിരിക്കുന്ന മനുഷ്യനെ വീണ്ടെടുക്കും. 3, പ്രതികാരം ചെയ്യുവാനായിട്ടുള്ള ദൗത്യം വീണ്ടെടുപ്പുകാരന് ഉണ്ട്. ഇനി വീണ്ടെടുപ്പുകാരൻ്റെ 3 പ്രധാനപ്പെട്ട സവിശേഷതകൾ, ഒരു മനുഷ്യൻ വീണ്ടെടുപ്പുകാരനാണ് എങ്കിൽ അവനിലുണ്ടായിരിക്കേണ്ട 3 പ്രധാനപ്പെട്ട സ്വഭാവ ഗുണങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, ഒരു മനുഷ്യൻ വീണ്ടെടുപ്പുകാരനാകണമെങ്കിൽ, ഞാനൊരു വീണ്ടെടുപ്പുകാരനാകണമെങ്കിൽ ഞാൻ ആർക്കു വേണ്ടിയാണോ വീണ്ടെടുപ്പുകാരനായിരിക്കുന്നത് ആ മനുഷ്യൻ എൻ്റെ ബന്ധുവായിരിക്കണം. ലേവ്യ പുസ്തകം 25-ാം അധ്യായം 25-ൽ ഇങ്ങനെ കാണുന്നു, നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തൻ്റെ അവകാശത്തിൽ ഏതാനും വിറ്റാൽ അവൻ്റെ അടുത്ത ചാർച്ചക്കാരൻ വന്ന് സഹോദരൻ വിറ്റത് വീണ്ടുകൊള്ളണം. അവിടെ നാം കാണുന്നത് ഇപ്രകാരമാണ്, അവൻ്റെ അടുത്ത ചാർച്ചക്കാരൻ. അപ്പോൾ ഒരു മനുഷ്യൻ വീണ്ടെടുപ്പുകാരനാകണമെങ്കിൽ അവൻ്റെ ഒന്നാമത്തെ ക്വാളിറ്റി, അവൻ ആരെയാണോ വീണ്ടെടുക്കുന്നത് അവനുമായിട്ടൊരു ബന്ധമുണ്ടായിരിക്കണം, അവൻ്റെ അടുത്ത ചാർച്ചക്കാരനായിരിക്കണം. രണ്ടാമത്തെ വീണ്ടെടുപ്പുകാരൻ്റെ ക്വാളിറ്റി ഇതാണ്, വീണ്ടെടുപ്പുകാരൻ വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ പ്രാപ്തനായിരിക്കണം. അതിനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു മനുഷ്യനായിരിക്കണം വീണ്ടെടുപ്പുകാരൻ. ലേവ്യ പുസ്തകം 25-ാം അധ്യായം 26-ാമത്തെ വചനത്തിൽ ഇങ്ങനെ കാണുന്നു, എന്നാൽ വീണ്ടുകൊള്ളുവാൻ അവന് ആരുമില്ലാതിരിക്കുകയും അവൻ തന്നെ വകയുള്ളവനായി വീണ്ടുകൊള്ളുവാൻ പ്രാപ്തനാകുകയും ചെയ്താൽ. അവിടെ നാം കാണുകയാണ്, വീണ്ടുകൊള്ളുവാൻ പ്രാപ്തനായ ഒരു മനുഷ്യന് മാത്രമേ വീണ്ടെടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇങ്ങനെ നമുക്ക് പറയുവാനായിട്ട് കഴിയും. രണ്ടാമത്തെ വീണ്ടെടുപ്പുകാരൻ്റെ ക്വാളിറ്റിയാണ്, അവനുണ്ടായിരിക്കേണ്ട സവിശേഷതയാണ്, വീണ്ടെടുപ്പ് വില കൊടുക്കുവാനായിട്ട് പ്രാപ്തിയുള്ളവനായിരിക്കണം വീണ്ടെടുപ്പുകാരൻ. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത, ആവർത്തന പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 10 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാം. അത് മുഴുവനായിട്ട് വായിക്കാതെ അതിൽ നിന്ന് അതിൻ്റെ എസൻസ് മാത്രം എടുത്ത് പ്രകാരം പറയട്ടെ, വീണ്ടെടുപ്പുകാരൻ വീണ്ടെടുപ്പാൻ മനസ്സുള്ളവനായിരിക്കണം. 3 പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് നാം ഇവിടെ മനസ്സിലാക്കി. 1, വീണ്ടെടുപ്പുകാരൻ വീണ്ടെടുക്കുന്നവന് ചാർച്ചക്കാരനായിരിക്കണം. 2, വീണ്ടെടുപ്പുകാരൻ വീണ്ടെടുക്കുവാൻ പ്രാപ്തിയുള്ളവനായിരിക്കണം, അതിന് വില കൊടുക്കുവാൻ പ്രാപ്തിയുള്ളവനായിരിക്കണം. 3, വീണ്ടെടുപ്പാൻ മനസ്സുള്ളവനായിരിക്കണം. ആർക്കെങ്കിലും വീണ്ടെടുപ്പുകാരനാകുവാനായിട്ട് കഴിയില്ല. പൂർണ്ണ മനസ്സോടെ വീണ്ടെടുപ്പുകാരനാകുവാൻ കഴിയുന്നവന് മാത്രമേ യഥാർത്ഥമായിട്ട് വീണ്ടെടുപ്പുകാരൻ എന്നുള്ള ആ ടൈറ്റിലിൽ അവന് ആയിരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നാം മനസ്സിലാക്കി. ഇനി ഇയ്യോബ് പറഞ്ഞ ആ ഭാഗത്തിലേക്ക് കടന്നു വരട്ടെ. ഇത്രയും പ്രയാസങ്ങളുടെ മധ്യത്തിൽ എല്ലാവരും കുറ്റം വിധിക്കുമ്പോൾ നീ ഒരു പാപിയാണ് എന്നും നീ ഒരു പാപി ആയതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ നിന്നിൽ ഉണ്ടായിരിക്കുന്നതെന്നും ഒക്കെ പറഞ്ഞ് അവൻ്റെ ഉള്ളിൽ കുറ്റബോധം കുത്തിക്കയറ്റുകയും അവൻ്റെ പാപത്തെ വല്ലാതെ കുത്തി അവനൊരു പാപിയാണ് എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ഒരു ലേബൽ ഇടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇയ്യോബ് പറയുകയാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. അതിൻ്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെ കാണുന്നു, മൈ റെഡീമർ ലീവ്സ്. എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ തൻ്റെ ആത്മകണ്ണുകളെ തുറന്നുകൊണ്ടായിരിക്കാം ഈ കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിന് കാണുവാനായിട്ട് കഴിയുന്നതിനും അപ്പുറം എന്തൊക്കെയോ ചിലത് വരുവാനുണ്ട് എന്നുള്ള പ്രതീക്ഷയോടെ ആയിരിക്കാം അദ്ദേഹം അന്ന് പറഞ്ഞത്. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം, ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറം 2026 ജീവിച്ചിരിക്കുന്ന നമുക്ക് ഇപ്രകാരം പറയുവാനായിട്ട് കഴിയും, ഈ ക്വാളിറ്റീസ് എല്ലാമുള്ള ഒരു വീണ്ടെടുപ്പുകാരനുള്ള ഉണ്ടാകേണ്ട എല്ലാ ക്വാളിറ്റീസുമുള്ള ഒരേ ഒരു വ്യക്തി ഈ ചരിത്രത്തിൽ ജനിച്ചിട്ടുള്ളൂ. ഈ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു വ്യക്തി, ഇതുപോലൊരു വ്യക്തി നമുക്ക് കാണുവാനായിട്ട് കഴിയില്ല. അത്രത്തോളം പെർഫെക്റ്റായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച ഒരേ ഒരു വ്യക്തി, അവനത്രേ നസറായനായ യേശു കർത്താവ്. വീണ്ടെടുപ്പുകാരൻ ഈസ് ഈക്വൽ ടു യേശു കർത്താവ് എന്ന് പറയുവാനായിട്ട് കഴിയത്തക്ക വിധത്തിൽ അതിനെ അരക്കിട്ടുറപ്പിക്കുന്ന ഒരു ജീവിതമായിരുന്നു യേശു കർത്താവിൻ്റെ ജീവിതമെന്ന് വേദപുസ്തകം നമുക്ക് തെളിവായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, ഇന്ന് പകലിലും പല വിധത്തിൽ പാപത്തിൻ്റെ ഹസ്തങ്ങൾക്കുള്ളിൽ, കരങ്ങൾക്കുള്ളിൽ നിങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരായി ഇനിയൊരു വീണ്ടെടുപ്പില്ല, എനിക്കിനിയൊരു രക്ഷയില്ല എന്ന് പിശാച് പലപ്പോഴും നമ്മുടെ കാതിൽ മന്ത്രിക്കുന്നത് കേട്ട് ഭയത്തോടെ താങ്കളായിരിക്കുകയാണെങ്കിൽ ഇപ്രകാരം പറയട്ടെ, നിങ്ങൾക്കൊരു വീണ്ടെടുപ്പുകാരൻ ഉണ്ട്. ഈ 2026 ഇരുന്നു കൊണ്ട് നമുക്ക് പറയുവാനായിട്ട് കഴിയും, ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി ഭൂമിയിൽ ഒരു വീണ്ടെടുപ്പുകാരൻ ഭൂജാതനായി തൻ്റെ 33.5 തിരുവയസ്സിൽ നമുക്ക് വേണ്ടി അവൻ യാഗമായി തീർന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ യാഗമായി തീർന്നു. ആ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഒരു വീണ്ടെടുപ്പുകാരൻ്റെ ക്വാളിറ്റീസ് എല്ലാം അതുപോലെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരുപക്ഷെ അതിലും അധികമായിരുന്നു യേശുവിൻ്റെ ജീവിതം. വേദപുസ്തകത്തിലേക്ക് തന്നെ നമുക്ക് നോക്കാം. ഒരു വീണ്ടെടുപ്പുകാരൻ്റെ 3 പ്രധാനപ്പെട്ട ദൗത്യങ്ങളെപ്പറ്റി നാം പഴയ നിയമത്തിൽ വായിച്ചു. ഇനി യേശുവിൻ്റെ ജീവിതത്തിൽ അതുണ്ടായിരുന്നുവോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മത്തായി സുവിശേഷം 15-ാം അധ്യായം 30-31 വചനങ്ങളിൽ ഇങ്ങനെ കാണുന്നു, വളരെ പുരുഷാരം, മുടന്തർ, കുരുടർ, ഊമർ, കൂനർ മുതലായ പലരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൻ്റെ കാൽക്കൽ വെച്ചു. അവൻ അവരെ സൗഖ്യമാക്കി. ഊമർ സംസാരിക്കുന്നതും കൂനർ സൗഖ്യമാകുന്നതും മുടന്തർ നടക്കുന്നതും കുരുടർ കാണുന്നതും പുരുഷാരം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ട് ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. മനുഷ്യൻ്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിച്ച് കളഞ്ഞ, മനുഷ്യൻ്റെ ആരോഗ്യത്തെ നഷ്ടമാക്കി കളഞ്ഞ പിശാചിൻ്റെ പ്രവർത്തികളെ അഴിക്കുന്ന വീണ്ടെടുപ്പുകാരൻ്റെ ശക്തമായ ചില പ്രവർത്തികളാണ് നമുക്ക് ഈ വചനങ്ങൾക്കകത്ത് കാണുവാനായിട്ട് കഴിയുന്നത്. ഊമർ, കുരുടർ, കൂനർ, മുടന്തർ തുടങ്ങിയ പല രോഗികളെയും യേശുവിൻ്റെ അടുക്കലേക്ക് പലരായിട്ട് കൊണ്ടുവന്നു. അവരുടെ ആരോഗ്യം അവർക്ക് നഷ്ടമായിരുന്നു. എന്നാൽ വീണ്ടെടുപ്പുകാരനായ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന അവർക്ക് സൗഖ്യം ലഭ്യമായി. അവരെല്ലാവരും സൗഖ്യമാകുന്നത് ചുറ്റുമുള്ളവർ കണ്ടു. 2, ഒരു വീണ്ടെടുപ്പുകാരുടെ 2ാമത്തെ ദൗത്യമാണ് അവൻ അടിമത്വത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നവനാണ് എന്നുള്ളത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വചനം, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. യേശു അടിമത്വത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. പല വിധത്തിലുള്ള നുകങ്ങൾ കൊണ്ടുവച്ച് പിശാച് ഇന്ന് പകലിൽ നമ്മെ അടിമകളാക്കിയിരിക്കുകയാണെങ്കിൽ ഓർക്കുക, നമുക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. നമ്മുടെ അടിമത്വത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുന്ന നസറായനായ യേശു കർത്താവ്. 3-ാമതായിട്ട് പ്രതികാരം ചെയ്യുന്നവനാണ് വീണ്ടെടുപ്പുകാരൻ. 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാമത്തെ വചനം, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്ന ഒരു ദൃശ്യം ഞാൻ ഇപ്രകാരം പറയട്ടെ. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒച്ചുണ്ടല്ലോ, ഒച്ചിനെ കാണുമ്പോൾ നാം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ചെറുതായിട്ട് കുറച്ച് ഉപ്പെടുത്ത് അതിന് മുകളിലേക്കൊന്ന് ഇട്ടാൽ നമുക്കിങ്ങനെ കാണുവാനായിട്ട് കഴിയും. പതിയെ ആ ഒച്ച് ശൂന്യമായി പോകുന്നത് കാണുവാനായിട്ട് കഴിയും. ഇത്രയും ഒരു പക്ഷെ വലിപ്പമുണ്ടായിരുന്ന ഒച്ച്
ഒരു ജലാംശം പോലെ അത് മെഴുകുരുകുന്നത് പോലെ ഉരുകി ഉരുകി പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഇപ്രകാരം നമുക്ക് കാണാം, പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ, പിശാചിനെ തകർപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി, നമ്മുടെ കർത്താവ് യേശു കർത്താവ് പ്രത്യക്ഷനായി, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ പ്രത്യക്ഷനായി. ഇനി വീണ്ടെടുപ്പുകാരൻ ഉണ്ടായിരിക്കേണ്ട 3 സവിശേഷതകളും യേശുവിലുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 17. അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു. എന്തുകൊണ്ട് യേശു മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ ഇപ്രകാരം പറയാം, താനൊരു വീണ്ടെടുപ്പുകാരനായതുകൊണ്ട് മനുഷ്യരുടെ ചാർച്ചക്കാരൻ എന്നുള്ള നിലയിലേക്ക് അവന് താഴേണ്ടതായിട്ടുണ്ടായിരുന്നു. ദൈവപുത്രനായിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ മഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് യേശു ഇറങ്ങി വന്നത് എന്തിനാണെന്നറിയാമോ? നമ്മെ വീണ്ടെടുക്കുവാൻ, നമുക്ക് ചാർച്ചക്കാരനായി മാറ്റപ്പെടുവാനായിട്ടായിരുന്നു എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി വീണ്ടെടുപ്പുകാരുണ്ടായിരിക്കേണ്ട സവിശേഷതയാണ് വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ പ്രാപ്തനായിരിക്കണം. 1 പത്രോസ് 1-ാം അധ്യായം 18. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കാൽവരി ക്രൂശിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും, തലയിൽ മുൾമുടി ചൂടി 2 കരങ്ങളും 2 പാദങ്ങളും ആണിമേൽ തറയ്ക്കപ്പെട്ടവനായി, ക്രൂശിന്മേൽ ആണികളാൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നവനായി കിടക്കുന്ന യേശുവിനെ നിങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് വേണ്ടിയിട്ടുള്ള വില തൻ്റെ യാഗത്തിലൂടെ താൻ കൊടുക്കുകയായിരുന്നു, നമുക്ക് വേണ്ടി താൻ ബലിയാടാകുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇപ്രകാരം പറയുവാനായിട്ട് കഴിയും, നമുക്ക് കൊടുക്കേണ്ട വില, നാം കൊടുക്കേണ്ട വില, നാം നരകത്തിലേക്ക് പോകാതിരിപ്പാൻ യേശു കർത്താവും നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അതിനു വേണ്ടിയിട്ടുള്ള വില യേശു കൊടുത്തു. ഇനി 3-ാമതായി വീണ്ടെടുപ്പുകാരനുണ്ടായിരിക്കേണ്ട സവിശേഷത വീണ്ടെടുപ്പാൻ മനസ്സുള്ളവനായിരിക്കണം. അവൻ സ്വമേധയാ വീണ്ടെടുക്കുവാനായിട്ട് തയ്യാറാകണം. 1 പത്രോസ് 2-ാം അധ്യായം 24. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി, അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആരും നിർബന്ധിച്ചതുകൊണ്ടല്ല, തനിക്ക് ഇറങ്ങി വരേണ്ടിയ ഒരു കാരണവുമില്ലായിരുന്നു, പക്ഷേ താൻ തന്നെ അത് ചെയ്യുവാനായിട്ട് ഏൽപ്പിക്കുകയായിരുന്നു. പിതാവായ ദൈവം നമ്മെ നോക്കിക്കൊണ്ട്, പാപികളായി നരകത്തിലേക്ക് ഓടിക്കൊണ്ടിരുന്ന നമ്മെ നോക്കിയപ്പോൾ പിതാവിൻ്റെ ഉള്ളിൽ ഉദിച്ച ഒരു ഐഡിയയാണ് സ്വന്തം പുത്രനെ കൊടുക്കുക എന്നുള്ളത്. സ്വന്തം പുത്രനോട് ഒരു പക്ഷേ പിതാവ് ചോദിച്ചിട്ടുണ്ടാകാം, മകനെ, അവർക്ക് വേണ്ടി മരിക്കുവാൻ നീ തയ്യാറാണോ? യേശു കർത്താവ് പറഞ്ഞു, അതേ പിതാവേ, ഞാൻ തയ്യാറാണ്. അങ്ങനെ തന്നെയാണ് ആ വചനത്തിൽ നാം കാണുന്നത്. താൻ കുരിശ് ചുമക്കുവാനായിട്ട് തയ്യാറായി, നമ്മുടെ പാപങ്ങളെ ചുമക്കുവാനായിട്ട് യേശു തയ്യാറായി. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നമുക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറായി. താൻ അതിന് മനസ്സുള്ളവരായി മാറ്റപ്പെട്ടു. അതുകൊണ്ട് നമുക്കുണ്ടായ നന്മ എന്താണ്? ഈ നരകത്തിലേക്കുള്ള യാത്രയുടെ വഴിയെ ബ്ലോക്ക് ചെയ്ത് യേശു കർത്താവ് നമുക്ക് സ്വർഗത്തിലേക്കുള്ള നിത്യമായിട്ടുള്ള മാർഗം തുറന്നു തന്നു. ഇന്ന് പാപത്തിലായിരിക്കുന്ന, പാപത്താൽ മലിനമാക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിന് ഒരേ ഒരു സൊല്യൂഷൻ കാൽവരി ക്രൂശിൽ ഉയർന്ന ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി, അപ്പാ, എൻ്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണം, എൻ്റെ പാപങ്ങളെ ഒന്ന് കഴുകണമേ. അവിടുന്ന് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നതിനായി നന്ദി. ആ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നപ്പോൾ ഒഴുക്കപ്പെട്ട രക്തത്തിൻ്റെ ഒരു തുള്ളി എൻ്റെ ശരീരത്തിലൊഴുക്കി എൻ്റെ പാപങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നല്ല വീണ്ടെടുപ്പുകാരൻ, നമുക്ക് വേണ്ടി ചാർച്ചക്കാരനായി ഇറങ്ങി വന്ന വീണ്ടെടുപ്പുകാരൻ, നമുക്ക് വേണ്ടി വില കൊടുത്ത വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ കയ്പ് നീരിനെ തന്നെത്താൻ കുടിച്ച് നമ്മുടെ കയ്പ് നീരിനെയും പാവത്തെയും ശാപത്തെയും എടുത്തു മാറ്റിയ നല്ല വീണ്ടെടുപ്പുകാരൻ നമുക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും, നമ്മെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റും. ഇന്ന് പകലിലും അവൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഭരമേൽപ്പിക്കുവാനായിട്ട് തയ്യാറുണ്ടോ? യോബ് പറഞ്ഞതുപോലെ പാപം ചെയ്യിക്കുന്ന പിശാചിനെ നോക്കി പറയുക, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. ആ വീണ്ടെടുപ്പുകാരൻ ഇന്നും ജീവിച്ചിരിക്കുകയാണ്. എൻ്റെ മനസ്സിൽ അവൻ വാഴുവാൻ ഞാൻ എൻ്റെ ഹൃദയം തുറന്നു കൊടുക്കുകയാണ് എന്ന് പറയുമ്പോൾ പിശാചിൻ്റെ പ്രവൃത്തികൾ അവിടെ അഴിയുകയാണ്. പിശാചിന് നിങ്ങളുടെ മേലുള്ള സ്വാധീനം അഴിഞ്ഞു വീഴുകയാണ്. കൈകാലുകളിൽ നിന്ന് ചങ്ങല അഴിയുന്നത് പോലെ പിശാച് നിങ്ങളെ വിട്ട് മാറുവാനായിട്ട് പോവുകയാണ്. നിങ്ങൾ സ്വതന്ത്രരാകുവാനായിട്ട് പോവുകയാണ്. അത് വിശ്വസിക്കുക.
നിങ്ങളുടെ പാപത്തിൽ നിന്നൊരു മോചനമുണ്ട്. ഇത് സൗജന്യമാണ്. സൗജന്യമായി നിങ്ങൾക്ക് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിങ്ങൾക്ക് സൗജന്യമായി തരികയാണ്. സൗജന്യമായി ഏറ്റെടുക്കുക. സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിയിൽ യാത്ര ചെയ്യുക. ദൈവം നമ്മെ അതിനായി സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഗാഡ് ബ്ലസ് യു.